ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഏൺ വിത്ത് മീ. ദിസ് ഇസ് ആതിര. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് തംബ്നെയിൽ കണ്ട പോലെ തന്നെ എഫ് ഡിയും ആർ ഡിയും തമ്മിലുള്ള ഫീച്ചേഴ്സ്, ഇത് തമ്മിലുള്ള പ്രത്യേകതകൾ, നമ്മൾ ഇതിലേതാണ് ചൂസ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്, അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവരാണെങ്കിൽ ഈ ഒരു വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നോക്കാം എന്താണ് എഫ് ഡി, ഫിക്സഡ് ഡെപ്പോസിറ്റ്. അതായത് പേരിൽ തന്നെ ഉണ്ട്, ഫിക്സഡ് ആയിട്ട് ഒരൊറ്റ തവണ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റിയതാണ് എഫ് ഡി എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പം നിങ്ങൾ എടുക്കാതെ വെച്ച് ഒരു 50,000 റുപ്പി നിങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. നിങ്ങളിപ്പോൾ എഫ് ഡി ഇട്ട് കഴിഞ്ഞാൽ അതിനെന്തൊക്കെ പ്രയോജനങ്ങളാണ് ഉണ്ടാവുക നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് 100% സേഫാണ്. കാരണം നമ്മളൊരു പബ്ലിക് സെക്ടർ ബാങ്കിലാണ് എഫ് ഡി ഇട്ടതെങ്കിൽ 5 ലക്ഷം രൂപ വരെ അതിന് നമുക്ക് DICGC എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് കിട്ടും. ഈ ഒരു കമ്പനി RBIയുടെ കീഴിലായതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഈ ഒരു ബാങ്ക് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് കിട്ടാനുള്ള തുക ഇവർ തരും, ഈ ഇൻഷുറൻസ് കമ്പനി തരും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു എഫ് ഡി ഇട്ടതിൻ്റെ ഒരു 90% നമുക്ക് ലോണായിട്ട് കിട്ടും. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗ്യാരണ്ടീഡ് റിട്ടേൺ ആണ്. അതായത് നമ്മളിപ്പം എത്രയാണോ ഇന്ന് അതിൻ്റെ ഇൻട്രസ്റ്റ് വരുന്നത്, ഒരു വർഷം കഴിച്ചാലും ആ ഒരു ഇൻട്രസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ രണ്ട് പോരായ്മകൾ വരുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമുക്കിതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഈ ഒരു ക്യാഷ് നമുക്ക് എടുക്കാൻ പറ്റില്ല. അതിന് ചെറിയൊരു ഫീസ്, ഒരു പെനാൽറ്റി ചാർജ് ഈടാക്കും. പിന്നെ അതല്ലാതെ നമുക്ക് ഒറ്റ തുകയായിട്ട് വേണം ഡെപ്പോസിറ്റ് ചെയ്യാൻ. ഒരു ഫിക്സഡ് എമൗണ്ട് അത്യാവശ്യം വലിയ തുകയായിട്ട് വേണം ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത്. അടുത്തതാണ് RD, റീക്കറിങ് ഡെപ്പോസിറ്റ്. അതായത് നിങ്ങളെടുത്തിപ്പോൾ 2000 രൂപ എല്ലാ മാസവും നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനുണ്ടാവുമോ? അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു RD ആയിരിക്കും ഏറ്റവും യൂസ്ഫുൾ ആവുക. പിന്നെ FDയെ വെച്ച് നോക്കുമ്പോൾ നമുക്കിതിന് ചെറിയ തുക മതി അല്ലേ. എഫ് ഡിയിൽ നമ്മൾ കാലാവധി കഴിയാതെ ക്യാഷ് എടുക്കുമ്പം പെനാൽറ്റി ചാർജ് വരുന്ന പോലെ തന്നെ RDയിൽ വേറെ തരത്തിലാണ്. അതായത് 12 മാസത്തേക്കാണ് നമ്മളിപ്പോൾ RD ഇടുന്നതെങ്കിൽ ഓരോ മാസവും നമ്മൾ ക്യാഷ് അടയ്ക്കും. ഒരു മാസം തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ 10 രൂപ മുതൽ 50 രൂപ വരെയാണ് അതിൻ്റെ ഫീസ് ഈടാക്കുന്നത്. ഇനി അടുത്തത് 12 മാസം നമ്മൾ തുടർച്ചയായിട്ട് അതിൽ RD ഇട്ടു. അതുപോലെ തന്നെ ഈ 12ാമത്തെ മാസം നമുക്ക് വേണമെങ്കിൽ ആ ഒരു ക്യാഷ് എടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് RD റിന്യൂ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് എഫ് ഡിയിലിടാം. അപ്പോൾ കൂടുതൽ റിട്ടേൺ കിട്ടും. നിങ്ങളിപ്പോൾ 24 മാസത്തേക്ക് ഇപ്പോൾ 2000 രൂപ വെച്ച് ഓരോ മാസം നിങ്ങൾ RD ഇട്ടു. അപ്പം നിങ്ങൾക്ക് 2 വർഷം കഴിയുമ്പോൾ ഏകദേശം 50,000 രൂപയോളം ആവും. പിന്നെ നിങ്ങൾക്ക് അതിട്ട് എഫ് ഡി തുടങ്ങാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് ഏതാണ് എന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, RD തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ഫെഡറൽ ബാങ്ക് ഏതാണോ നിങ്ങളുടെ ബാങ്ക്, ആ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ടാവും. ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ ഫെഡറൽ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ തുറന്നിട്ട് അതിൽ നെറ്റ് ബാങ്കിങ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു RD അക്കൗണ്ട് ചെയ്യാം. ഓട്ടോ ഡെബിറ്റ് ആക്കിയിട്ട് നമുക്ക് ഫോൺപേ, ഗൂഗിൾ പേയിൽ വെച്ചാൽ മതി. അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അടുത്ത വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.